അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു വേളയാണിപ്പോൾ. ഈ ബോയിങ് വിമാനത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചൊക്കെ തന്നെ ആവലാതികൾ ഉയരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പ്രേക്ഷകർ കാണുന്നത് ഈ ദുരന്ത മണ്ണിൽ നിന്നുള്ള നേരിട്ടുള്ള ദൃശ്യങ്ങളാണ്. നേരത്തെ ഏജൻസികൾ അയച്ച ദൃശ്യങ്ങളാണ്. ഉന്നതതല യോഗം ഇപ്പോൾ ഗുജറാത്തിൽ പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്പസമയത്തിനകം ശ്രീനാഥ് ചന്ദ്രനെങ്കിലും അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം നടക്കുന്നത്. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, ഈ നമ്മുടെ സുരക്ഷ ഒരുക്കാനുള്ള പ്രധാനമന്ത്രിയുടെ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഇങ്ങനൊരു ഉന്നതതല യോഗം നടക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നു. വിവരങ്ങൾ? വിവിധ ഏജൻസികളുടെ ഒരു കേന്ദ്രീകൃത അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ നേതൃത്വത്തിൽ വിദഗ്ധരടങ്ങിയ ഒരു സംഘം ഇതിനോടകം തന്നെ പ്രാഥമിക പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് ജുഡീഷ്യൽ അന്വേഷണം അടക്കം ഉള്ള ആവശ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്ന നിലയിൽ വന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന കോൺഗ്രസിന്റെ അഭിപ്രായമാണ്. അത് സുപ്രീം കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ അപകടത്തിനിടയായ സാഹചര്യങ്ങളെപ്പറ്റി അന്വേഷിപ്പിക്കണം എന്നതാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ ആവശ്യപ്പെട്ടത്. അതിനോടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ BJPയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത്തരമൊരു അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മറ്റൊന്ന്, സാങ്കേതിക വിദഗ്ധരടങ്ങിയ പരിശോധനയാണ് നടക്കേണ്ടത്. ആ പരിശോധന ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് കുറെ കൂടി വിപുലമാക്കുകയും ചെയ്യും. ക്യാമ്പൽ വിൽസൺ എയർ ഇന്ത്യയുടെ CEO ആണ്. അദ്ദേഹം ഈ അപകടം നടന്നതിന് പിന്നാലെ ഇന്നലെ അഹമ്മദാബാദിൽ എത്തുകയും ഇന്ന് രാവിലെ ഈ ആക്സിഡൻറ്റ് ഉണ്ടായ സ്ഥലത്ത് എത്തി അവിടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിച്ചതേ ഇല്ല. അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടേക്കും, ക്യാമ്പൽ വിൽസൺ പ്രധാനമന്ത്രിയെ കണ്ടേക്കും എന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ടാറ്റ സൺസിന് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം നൽകാൻ അവർ തയ്യാറാണ് എന്ന വിവരമുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാണുന്നുണ്ടോ, ഒരു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി കൊടുത്തിട്ടുണ്ടോ, ആ നിലയിലുള്ള വിശദീകരണം തേടുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ അത്തരമൊരു കൂടിക്കാഴ്ച ഉണ്ടാവുകയാണെങ്കിൽ ക്യാമ്പൽ വിൽസൺ ഇക്കാര്യത്തിൽ എന്താണ് ടാറ്റ സൺസിൻ്റെ നിലപാട് എന്നത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചേക്കും. അവരതിന് സന്നദ്ധമാണ് എന്ന ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആ കൂടിക്കാഴ്ച നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നുണ്ട്. അതിൻ്റെ വിവിധ തലങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ കേവലം ഇത് ഇന്ത്യയുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് വിവിധ ഏജൻസികൾ, ഇപ്പോൾ അമേരിക്കയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെഡറൽ ഏവിയേഷൻ ഏജൻസി തന്നെ നേരിട്ട് അതിൻ്റെ വിദഗ്ധരായ ആളുകളെ ഇന്ത്യയിലേക്ക് അയച്ച് ഈ അപകടത്തിനിടെ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ്റെയും UK-യുടെയും എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും സംഘം ഇവിടേക്ക് വരുന്നുണ്ട് അന്വേഷണത്തിന്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന വിമാനം ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും വിമാന കമ്പനികൾ അവരുടെ സേവനത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കമ്പനികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ഈ വാണിംഗ്, ഈ മുന്നറിയിപ്പ് ബോയിങ് കമ്പനി അവഗണിച്ചു എന്നതാണ് ഈ ഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ പറയുന്നത്. വിസിൽ ബ്ലോവർ ഇക്കാര്യത്തിൽ ഈ ബോയിങ് കമ്പനിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട്. ഈ വിമാനത്തിൻ്റെ സാങ്കേതിക പോരായ്മകൾ, അത് ഇന്ന പ്രശ്നങ്ങൾ ആ വിമാനം നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ നേരിടുന്നുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചവരെ അവഗണിക്കുകയോ അതിനോട് പ്രതികരിക്കാതിരിക്കുകയാണ് ചെയ്തത് അന്ന് ബോയിങ് വിമാന കമ്പനി. അതിൻ്റെ തിക്തഫലമാണിപ്പോൾ നിഷ്കളങ്കരായ നിരപരാധികളായ യാത്രക്കാർ അനുഭവിക്കുന്നത് എന്നതാണ് ആ നിലയിൽ പ്രതികരിക്കുന്നവരിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. വിദഗ്ധർ നേരത്തെയും ഈ കമ്പനിയുടെ ഈ വിമാനത്തെ പറ്റിയുള്ള പോരായ്മകൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ അവർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഇതിലുപയോഗിക്കുന്ന ബാറ്ററികളുടെ പ്രവർത്തനക്ഷമത അത് പെട്ടെന്ന് ഹീറ്റാകുന്നു. ആ ഹീറ്റാകുന്നത് മൂലമുണ്ടാകുന്ന എയർക്രാഫ്റ്റിനാകെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഈ കമ്പനിയെ തന്നെ അഡ്വൈസ് ചെയ്തിരുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ അതൊക്കെ ഈ കമ്പനി അവഗണിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഇപ്പോൾ അതിനെപ്പറ്റി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ വിമാനത്തിൻ്റെ സാങ്കേതിക പോരായ്മകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആത്യന്തികമായി ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ, വിദഗ്ധർക്ക് മാത്രമേ അത് വിശദീകരിക്കാൻ കഴിയൂ. ബാക്കിയൊക്കെ വരുന്ന പ്രതികരണങ്ങളോ വിദഗ്ധരെന്ന് നമ്മൾ പറയുന്ന ചില ആളുകൾ നടത്തുന്ന കമൻസുകളോ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. എന്തായാലും ഈ അപകടത്തെപ്പറ്റി വളരെ സമഗ്രമായ അന്വേഷണം നടത്തും. അതിൽ എന്തെങ്കിലും കൂടുതൽ അന്വേഷണം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ ആവശ്യപ്പെടുന്നത് പോലെ സുപ്രീം കോടതിയിലെ
ഒരു ജഡ്ജി, സുപ്രീം കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജി അധ്യക്ഷൻ വഹിക്കുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുമോ, അത്തരമൊരു ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അത് അംഗീകരിക്കുമോ എന്നതൊക്കെ ഈ യോഗത്തിൽ ഒരുപക്ഷെ അത്തരം ചർച്ചകൾ നടന്നേക്കാം. മറ്റൊന്ന്, ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എന്ത് സഹായം പ്രഖ്യാപിക്കും എന്നതാണ്. അതിൽ ഇപ്പോൾ ടാറ്റ സൺസ് 1 കോടി രൂപ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സ അവർ ഏറ്റെടുക്കുകയാണ് എന്ന് അതിൻ്റെ ചെയർമാൻ ഇന്നലെ തന്നെ അറിയിച്ചു. അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ എന്തൊക്കെ സഹായങ്ങൾ ഉണ്ടാകും, ഏതൊക്കെ തരത്തിലാണ് ആ സഹായം പ്രഖ്യാപിക്കുക, അതിന് കേന്ദ്ര ക്യാബിനറ്റിന് ശേഷമാണോ തീരുമാനം ഉണ്ടാകുക എന്ന് നമുക്കറിയില്ല. ഇന്നത്തെ ഉന്നതതല യോഗം അഹമ്മദാബാദിൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ, അതിൽ ഉന്നത ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പങ്കെടുക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരം എന്തെങ്കിലും തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഉണ്ടാകുമോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അഹമ്മദാബാദിൽ നിന്നുള്ള മറ്റു റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് ഈ DNA പരിശോധന പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിൻ്റെ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ സിവിൽ ആശുപത്രിയിലേക്ക് അവിടുത്തെ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്.